നാരായണ 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 നാരായണ. പീതാംബരം കരവിരാജിതചക്രശംഖകൗമോദഗീ സരസിജം കരുണാസമുദ്രം രാധാസഹായം അതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി. സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. വിദർഭരാജ്യത്തിൻ്റെ തലസ്ഥാനമാണ് കുണ്ടിനം. അവിടുത്തെ രാജാവാണ് ഭീഷ്മകൻ. അദ്ദേഹത്തിന് രുക്മി, രുക്മരഥൻ, രുക്മബാഹു, രുക്മകേശൻ, രുക്മമാലി എന്നിങ്ങനെ 5 പുത്രന്മാർ ജനിച്ചു. 6ാമത്തെ സന്തതിയാണ് രുക്മിണി. ഭീഷ്മകൻ നല്ല ഒരു ഭക്ത അഗ്രേസരനാണ്. അതുകൊണ്ട് എന്നും അദ്ദേഹത്തിൻ്റെ വസതിയിൽ ആളുകൾ വരാറുണ്ട്, ഭക്തന്മാർ വരാറുണ്ട്. ഭക്തന്മാർ ഒരുമിച്ചിരിക്കുക, എന്നിട്ട് നാമം ചൊല്ലുക, കീർത്തനങ്ങൾ പാടുക, ശ്രീകൃഷ്ണ കഥ പറയുക, ഇതൊക്കെ എന്നും ആ കൊട്ടാരത്തിലുള്ള സമ്പ്രദായമാണ്. രുക്മിണിക്കാണെങ്കിൽ ആവക കാര്യങ്ങളിലൊക്കെ പങ്കെടുക്കുക എന്നത് വലിയ ഇഷ്ടമായിരുന്നു. പ്രത്യേകിച്ച് ശ്രീകൃഷ്ണ കഥ ആരെങ്കിലും പറയാൻ തുടങ്ങിയാൽ രുക്മിണി നല്ല ഏകാഗ്രതയോടുകൂടി അതിങ്ങനെ കേട്ടിരിക്കും. അത് രുക്മിണിക്കെന്ന് മാത്രമല്ല കേട്ടോ, ഉണ്ണികൃഷ്ണൻ്റെ കഥ കേട്ടാൽ ആരായാലും ശ്രദ്ധിക്കാതെ കണ്ടിരിക്കില്ല. അത് ആ കഥയുടെ പ്രത്യേക വശ്യതയാണ്. ഇങ്ങനെയാണ് കുട്ടിക്കാലം മുതൽക്ക് തന്നെ രുക്മിണി ജീവിച്ചു പോകുന്നത്. അങ്ങനെ രുക്മിണിക്ക് 8 വയസ്സ് കഴിഞ്ഞു, 10 വയസ്സ് കഴിഞ്ഞു, 10-12 വയസ്സായി. ഇക്കാലത്താണല്ലോ ഈ ഓരോരോ ആഗ്രഹങ്ങൾ ഹൃദയത്തിൽ ഇങ്ങനെ മുട്ടിട്ട് വികസിക്കാൻ തുടങ്ങുക. ആദ്യമൊക്കെ രുക്മിണിക്ക് ഈ ശ്രീകൃഷ്ണ കഥ കേൾക്കുമ്പോൾ വെറും ഒരു കൗമാര കൗതുകം മാത്രമായിരുന്നു. പിന്നെ പിന്നെ അങ്ങനെ അല്ലാതെ കണ്ടായി. അപ്രകാരമുള്ള ദ്വാരകാനാഥൻ ശ്രീകൃഷ്ണൻ ഭാവിയിൽ തൻ്റെ ഭർത്താവായി വരണം എന്ന ആഗ്രഹം ഹൃദയത്തിൽ ഉടലെടുത്തു. എങ്ങനെയാണ് ശ്രീകൃഷ്ണനെ ഭർത്താവായിട്ട് കിട്ടുക, അത് രുക്മിണിക്ക് നല്ലപോലെ അറിയാം. വൃന്ദാവനത്തിലെ ഗോപസ്ത്രീകൾക്ക് ശ്രീകൃഷ്ണനെ കിട്ടി. എങ്ങനെ? അവർ കാർത്യായനി ഭഗവതിയെ പൂജിച്ചു. രുക്മിണിക്കാണെങ്കിൽ നല്ല പാകം. പരദേവതാ ക്ഷേത്രത്തിൽ ശ്രീപാർവതിയെ പ്രതിഷ്ഠിച്ചിട്ടുണ്ട്. ആ ശ്രീപാർവതിയുടെ നടക്കൽ രുക്മിണി ചെല്ലും, മന്ത്രം ചെല്ലും, എന്നിട്ട് നടക്കൽ നമസ്കരിച്ച് പ്രാർത്ഥിക്കും. രുക്മിണി പതിവായിട്ട് ജപിച്ചുകൊണ്ടിരുന്ന മന്ത്രമാണ് ഇത്. നമസ്യേ ത്വാംബികേ ഭീക്ഷ്ണം സ്വസന്താനയുതാം ശിവാം ഭൂയാൽപതിർമേ ഭഗവാൻ കൃഷ്ണ തൽ അനുമോദതാം. അമ്മേ നമസ്കാരം, നമസ്കാരം. ദ്വാരകാനാഥൻ ശ്രീകൃഷ്ണൻ എൻ്റെ ഭർത്താവായി വരണേ, അനുഗ്രഹിക്കണേ. ഇതാണ് മന്ത്രത്തിൻ്റെ അർത്ഥം. കാലത്തും സന്ധ്യയ്ക്കും രുക്മിണി ക്ഷേത്രത്തിൽ ചെല്ലുക, ഈ മന്ത്രം ചെല്ലുക, പ്രാർത്ഥിക്കുക, നമസ്കരിക്കുക. ഇത് ഒരു പതിവായിത്തീർന്നു. രുക്മിണി ആഗ്രഹം ഇതാണെന്ന് വെച്ചാലും അത് മറ്റുള്ളവരോട് തുറന്നു പറയുകയുണ്ടായില്ല. എന്നാലെന്താ, രുക്മിണിയുടെ അച്ഛനും അമ്മയ്ക്കും ഇത് തന്നെയായിരുന്നു ആഗ്രഹം. കൃഷ്ണന് കൊടുക്കണം രുക്മിണിയെ എന്ന്. രുക്മിണിയുടെ ബന്ധുക്കൾക്കും ഇത് തന്നെയായിരുന്നു ആഗ്രഹം. ഇത് ഓരോരുത്തർ സംസാരിക്കുമ്പോഴൊക്കെ ഈ ആശയം അവരെ വിനിമയം ചെയ്യാറുണ്ട്. എല്ലാവർക്കും ആഗ്രഹം ഇത് തന്നെയായിരുന്നു എന്ന് വച്ചാലും കൃഷ്ണദ്വിഡ് രുക്മി ചൈദ്യം അമന്യത. ശ്രീകൃഷ്ണദ്വേഷികളിൽ ഒരാളായിരുന്നു മൂത്ത ജ്യേഷ്ഠനായ രുക്മി. അദ്ദേഹം ഇങ്ങനെ ഈ ശ്രീകൃഷ്ണദ്വേഷികളുമായിട്ട് ഇങ്ങനെ ഒരുമിച്ചിരുന്ന് ഇങ്ങനെ വർത്തമാനം പറയുമായിരുന്നു. അതിനിടയ്ക്ക് ജരാസന്ധൻ ചോദിച്ചു രുക്മിയോട്, തൻ്റെ അനിയത്തിയെ ഈ ശിശുപാലന് അങ്ങോട്ട് കൊടുത്തുകൂടെ എന്ന്. ഓഹോ എന്ന് പറഞ്ഞു അവിടെ വച്ച്. പിന്നെ എന്നാണ് വേണ്ടത്, ഏത് മുഹൂർത്തത്തിനാണ് വേണ്ടത്, എവിടെ വച്ചാണ്, സകല കാര്യങ്ങളും അവിടെ വച്ച് ചർച്ച ചെയ്തു, തീരുമാനമെടുത്തു. എന്നിട്ടാണ് സ്വന്തം വസതിയിൽ വന്നത് തന്നെ. എന്നിട്ട് അച്ഛനോട് പറഞ്ഞു, അനിയത്തിയുടെ വിവാഹം നിശ്ചയിച്ചിട്ടാണ് ഞാൻ വന്നത്. ഭീഷ്മകൻ ചോദിച്ചു, ആ പ്രതിശ്രുത വരനാരാ എന്ന്. രുക്മി അപ്പം പറഞ്ഞു, വരനോ, ചേരി രാജ്യത്തിലെ യുവരാജാവ് ശിശുപാലൻ. അത് കേട്ടപ്പോൾ ഭീഷ്മകൻ ചോദിച്ചു, അവൾക്കത് സമ്മതാവുമോ എന്ന്. ഇനി അങ്ങനെ പ്രത്യേകം ചോദിക്കാനൊന്നും പോണ്ട, സമ്മതമാവേണ്ടി വരില്ല എന്ന് രുക്മി സ്വയം അങ്ങോട്ട് തീർച്ചപ്പെടുത്തി. ഭീഷ്മകൻ പിന്നെ ഒന്നും മിണ്ടിയതുമില്ല. അവളുടെ തലയിലെഴുത്ത് എങ്ങനെയാണെന്ന് വെച്ചാൽ വന്നോട്ടെ എന്ന് അദ്ദേഹം സ്വയം സമാധാനിച്ചു. രുക്മി നല്ല പോലെ ശ്രമിച്ചു. തൻ്റെ ഒരേ ഒരു അനുജത്തിയുടെ വിവാഹമല്ലേ, അപ്പോൾ ജ്യേഷ്ഠൻ എന്ന നിലയ്ക്ക് താൻ വേണം പരിശ്രമിക്കാൻ. പോരെങ്കിൽ വരൻ തൻ്റെ ഉറ്റ സുഹൃത്തുമാണ്. അപ്പോൾ വരൻ്റെ ആളുമാണ്, വധുവിൻ്റെ ആളുമാണ്. പഴയ കൊട്ടാരങ്ങളുണ്ട്, അതിൽ ഇളക്കിപ്പൊളിച്ച് റിപ്പയർ ചെയ്യേണ്ടത് അങ്ങനെ ചെയ്തു. പെയിൻ്റ് അടിക്കേണ്ടതുണ്ട്, അത് പെയിൻ്റ് അടിച്ചു. പിന്നെ വൈറ്റ് വാഷ് ചെയ്യേണ്ടതുണ്ട്, അതങ്ങനെ ചെയ്തു. അടിച്ചു വാരിയാൽ മതി, അങ്ങനെയുള്ളതുണ്ട്, അതങ്ങനെ ചെയ്തു. എന്തിന് ഇത് ഒരു കുടുംബത്തിൽ മാത്രമായിട്ട് ഒതുങ്ങി നിന്നാൽ പോരാ, കുണ്ടിനപുരിയിലാകെ ഒരു നഗരോത്സവമായിട്ട് അങ്ങോട്ട് ആഘോഷിക്കണം എന്നായിരുന്നു രുക്മിയുടെ പരിപാടി.
ആദ്യവസാനക്കാരൊക്കെ നേരത്തെ വന്നു തുടങ്ങി. രുക്മിണിയും മനസ്സിലാക്കി തൻ്റെ വിവാഹം നിശ്ചയിച്ചു, ഇന്ന മുഹൂർത്തത്തിനാണ് എന്നൊക്കെ. പക്ഷേ വിവാഹത്തിൻ്റെ തലേ ദിവസമാണ് മനസ്സിലായത് താൻ ദ്വാരകയിലേക്കല്ല ചേതിപുരിയിലേക്കാണ് പോവാൻ നിശ്ചയിക്കപ്പെട്ടിട്ടുള്ളത് എന്ന്. എത്രമാത്രം രുക്മിണി ദുഃഖിച്ചിട്ടുണ്ടാവും എന്ന് ആലോചിച്ച് നോക്കൂ. എത്ര നാളായി അമ്മയുടെ മുമ്പിൽ മന്ത്രം ചൊല്ലി പ്രാർത്ഥിക്കാൻ തുടങ്ങിയിട്ട്. വിവാഹത്തിൻ്റെ തലേ ദിവസം സന്ധ്യ നേരത്തും കൂടി രുക്മിണി ശ്രീപാർവതി ക്ഷേത്രത്തിൽ ചെന്നു. എന്നിട്ട് നല്ലോണം പ്രാർത്ഥിച്ചു. നമസ്യേ ത്വംബികേ ഭീക്ഷണം സ്വസന്താനയുതാം ശിവാം ഭൂയാൽ പതിർമേ ഭഗവാൻ കൃഷ്ണ തൽ അനുമോദതാം. അമ്മേ നമസ്കാരം, നമസ്കാരം. ദ്വാരകാനാഥൻ ശ്രീകൃഷ്ണൻ എൻ്റെ ഭർത്താവായി വരണേ, അനുഗ്രഹിക്കണേ. ഇത് പ്രാർത്ഥിക്കാനുള്ള അർഹത പോലും നഷ്ടപ്പെട്ടുള്ള സമയമാണ് ഇത്. രുക്മിണി പ്രാർത്ഥിച്ച് നമസ്കരിച്ച് എണീറ്റപ്പോൾ കണ്ണിലിങ്ങനെ വെള്ളം മുഴുകണു. അവിടെ പൂജയും പുഷ്പാഞ്ജലിയും ഒക്കെ ചെയ്തുകൊണ്ട് ഒരു ബ്രാഹ്മണനുണ്ടായിരുന്നു. അദ്ദേഹം അത് ശ്രദ്ധിച്ചു. അദ്ദേഹം ചോദിച്ചു, എന്താ അങ്ങനെ കരയണേ എന്ന്. രുക്മിണി എന്ന് വെച്ചാൽ ഒരു മകളെ പോലെയാണ് അദ്ദേഹം കണക്കാക്കിയിരുന്നത്. അനവധി കാലമായി അദ്ദേഹം അവിടെ പൂജയും പുഷ്പാഞ്ജലിയും ഒക്കെ തുടങ്ങിയിട്ട്. രുക്മിണി ഇടയ്ക്ക് ഇന്ന് അമ്മയുടെ പിറന്നാളാണ്, അതുകൊണ്ട് പുഷ്പാഞ്ജലി ചെയ്യണം എന്ന് പറയും. അദ്ദേഹം പുഷ്പാഞ്ജലി ചെയ്യും, രുക്മിണിയുടെ കയ്യിൽ പ്രസാദം കൊടുത്തയക്കും. ഇങ്ങനെയൊക്കെയാണ് പതിവുണ്ടായിരുന്നത്. അദ്ദേഹവും കേട്ടിരുന്നു രുക്മിണിയുടെ വിവാഹം നിശ്ചയിച്ചു, യോഗ്യനാണ് വരൻ എന്നൊക്കെ സന്തോഷമായിട്ടിരിക്കുകയായിരുന്നു. വിവാഹത്തിൻ്റെ തലേ ദിവസം രുക്മിണി ക്ഷേത്രത്തിൽ വന്നിങ്ങനെ കരയണു. അപ്പം ചോദിച്ചു എന്താ കാരണം എന്ന്. ഇന്ന് വരെ രുക്മിണി ആരോടും തുറന്നു പറഞ്ഞിട്ടില്ല. ആ രഹസ്യം അദ്ദേഹത്തിനോട് തുറന്നു പറഞ്ഞു. എന്താ അങ്ങനെ തുറന്നു പറയാൻ കാരണം എന്നാണെങ്കിൽ, വെറും ഒരാളല്ല ഈ മുമ്പിൽ നിൽക്കുന്നത്, വിചിന്യാപതം ദ്വിജം, ശ്രേഷ്ഠനായ ഒരാളാണ്. അതുകൊണ്ടാണ് തുറന്നു പറഞ്ഞത്. വിവരം മനസ്സിലായപ്പോൾ ബ്രാഹ്മണൻ പറഞ്ഞു, അതെ, ദ്വാരകാനാഥനോട് രുക്മിണിക്ക് എന്തൊക്കെ പറയാനുണ്ട് അത് ഒരു എഴുത്തായിട്ട് അങ്ങോട്ട് എഴുതുക. ഞാൻ പൂജയൊക്കെ കഴിഞ്ഞ് അന്തഃപുരത്തേക്ക് വരാം, എഴുത്തും കൊണ്ട് ഞാൻ അങ്ങോട്ട് പുറപ്പെടാം. പ്രസാദം കൊടുത്ത് രുക്മിണിയെ അവിടെ നിന്ന് പറഞ്ഞയച്ചു. അദ്ദേഹവും നല്ലോണം പ്രാർത്ഥിച്ചു ഭഗവാന്റെ മുമ്പിലും ഭഗവതിയുടെ മുമ്പിലും രുക്മിണിയെ അനുഗ്രഹിക്കണേന്ന്. പൂജ കഴിഞ്ഞ് നട പൂട്ടി താക്കോലും കിലുക്കിക്കൊണ്ട് നേരെ ആ അന്തഃപുരത്തിലേക്ക് അങ്ങോട്ട് ചെന്നു. അപ്പോഴേക്കും രുക്മിണി കത്തെഴുതി ഒരു കവറിലിട്ടു, ഒട്ടിച്ചു, സീലും കുത്തി അവിടെ തയ്യാറാക്കി വച്ചിട്ടുണ്ടായിരുന്നു. ബ്രാഹ്മണൻ ആ കത്തും മേടിച്ചു അവിടുന്ന് അങ്ങോട്ട് പുറപ്പെട്ടു. നടന്നുപോയി എന്നൊന്നും അല്ല പറയേണ്ടത്, ദ്വിജസുതോപിച്ച അതിവേഗത്തിലാണ്, പക്ഷി പറക്കണ വേഗത്തിലായിരുന്നു അദ്ദേഹത്തിൻ്റെ യാത്ര. അതിവേഗത്തിൽ ദ്വാരകയിൽ എത്തുകയും ചെയ്തു. അവിടെ ചെന്നപ്പോൾ നല്ല പാകം ഭഗവാൻ ഒരു സിംഹാസനത്തിൽ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. എവിടുന്നാ വരണമെന്ന് ചോദിച്ചു. ഞാൻ കുണ്ടിനത്തിൽ നിന്ന് വരികയാണ്, ഇരിക്കൂ എന്ന് പറഞ്ഞു. ബ്രാഹ്മണനും ഇരുന്നു. എഴുത്ത് ഭഗവാന്റെ കയ്യിൽ അങ്ങോട്ട് കൊടുത്തു. ഇതാരുടെയാ എന്ന് ഭഗവാൻ. ഇത് ഒരു വധുവിൻ്റെ കത്താണെന്ന് പറഞ്ഞു. എന്നാ അങ്ങ് എന്നെ വായിച്ചോളൂ എന്ന് ബ്രാഹ്മണൻ്റെ കയ്യിൽ തിരിച്ചു കൊടുത്തു. ബ്രാഹ്മണനാണ് കവറ് പൊളിച്ച് കത്തങ്ങോട്ട് വായിച്ചത്. ശ്രീകൃഷ്ണനെ സംബോധന ചെയ്തുകൊണ്ട് രുക്മിണി 7 ശ്ലോകം എഴുതിയിരിക്കുന്നു. ശ്രുത്വാ ഗുണൻ ഭുവനസുന്ദര ശൃണ്വതം തേ നിർവിശ്യ കർണവിവരൈർ ഹരതോംഗതാപം. ഹേ ഭുവനസുന്ദര, അങ്ങയുടെ ഗുണഗണങ്ങൾ കേട്ട് 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 എൻ്റെ മനസ്സ് അങ്ങയിൽ ആവേശിച്ചിരിക്കുന്നു. ഇത് ഒരു കുലകന്യക തുറന്നു പറയാമോ എന്ന് അങ്ങനെ അവിടുന്ന് ആശങ്കിക്കണ്ട. തുറന്നു പറയാൻ എനിക്ക് ലജ്ജയില്ലാതെ കണ്ടായിരിക്കുന്നു. അല്ലെങ്കിലും കാത്വാ മുകുന്ദ, അവിടുത്തെ ഗുണഗണങ്ങൾ കേട്ടാൽ ഏത് കുലകന്യകയ്ക്കാ അവിടുത്തെ ശുശ്രൂഷിക്കണം എന്ന ആഗ്രഹം ജനിക്കാതെ കണ്ടിരിക്കുക. അവിടുന്ന് നൃസിംഹം, പുരുഷശ്രേഷ്ഠൻ ആണ്, നരലോകത്തിൽ വെച്ച് ഏറ്റവും സുന്ദരനും ആണ്. ആ നിലയ്ക്ക് ഈ ഞാൻ അവിടുത്തെ വരിച്ചു കഴിഞ്ഞു, അവിടുത്തെ വക ആവലും കഴിഞ്ഞു. ഇനി അവിടുന്ന് ഇവിടെ വരിക, അവിടുത്തെ വകയായ എന്നെ കൊണ്ടുപോവുക. കൊണ്ടുപോയില്ലെങ്കിൽ ആർക്കാ പോരായ്മ? ഒരു സിംഹത്തിന് വെച്ചു കൊടുത്തിട്ടുള്ള ആഹാരപദാർത്ഥം ആ സിംഹം നോക്കിക്കൊണ്ടിരിക്കെ ഒരു കുറുക്കൻ തട്ടിക്കൊണ്ടുപോയാൽ സിംഹത്തിന് പോരായ്മയില്ലേ? അവിടുന്ന് നൃസിംഹം, അവിടുത്തെ വകയായ എന്നെ കൊണ്ടുപോയില്ലെങ്കിൽ ശിശുപാലനെ പോലുള്ള കുറുക്കന്മാർ തട്ടിക്കൊണ്ടുപോകും എന്ന് ചുരുക്കം. അവിടുത്തെ ശുശ്രൂഷിക്കാൻ വേണ്ട പുണ്യം അത് ജന്മാന്തരങ്ങളിലും ഈ ജന്മത്തിലും കുറച്ചൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. അത് മുഴുവനും ഈ ഉദ്ദേശത്തിന് വേണ്ടി അടിയറ വയ്ക്കുകയാണ്. പിന്നെ കൊണ്ടുപോകാനുള്ള ഉപായവും പറഞ്ഞു തന്നേക്കാം. ഞങ്ങളുടെ കുലപരമ്പരയാ ഉള്ള സമ്പ്രദായം അനുസരിച്ച് വിവാഹ ദിവസം പ്രഭാതത്തിൽ വധു ശ്രീപാർവതി ക്ഷേത്രത്തിൽ ദർശനം നടത്തുക എന്ന ഒരു ചടങ്ങുണ്ട്. ഞാൻ ക്ഷേത്ര ദർശനം കഴിഞ്ഞ് പുറത്തേക്ക് ഇങ്ങോട്ട് വരുമ്പോൾ അവിടുന്ന് വാഹനവുമായി തയ്യാറായിട്ട് നിൽക്കുക, എന്നെ വാഹനത്തിൽ കയറ്റി കൊണ്ടുപോവാം. പോരുമ്പോൾ ഒരല്പം കരുതലോടുകൂടി വേണേ. ഇവിടെ അനവധി രാജാക്കന്മാർ സൈന്യസമേതം എത്തിയിട്ടുണ്ട്. ഒരു പക്ഷേ അവരെ മുഴുവനും മഥനം ചെയ്തിട്ട് വേണ്ടി വന്നേക്കും.
എന്നെ കൊണ്ടുപോവാൻ. ഇനി അവിടുന്ന് ഇവിടെ വരണില്ല, എന്നെ കൊണ്ടുപോകണില്ല എന്നാണെങ്കിൽ ഞാൻ ഇതാ ഇന്നു മുതൽക്ക് കഠിനമായ വ്രതം അനുഷ്ഠിക്കാൻ പോവുകയാണ്. അങ്ങനെ ഈ ജന്മം അവസാനിക്കും. ഇനിയും ഞാൻ ജനിക്കും. അടുത്ത ജന്മത്തിലും ഈ ഉദ്ദേശത്തോടുകൂടി ഞാൻ കഠിനമായ വ്രതം അനുഷ്ഠിക്കും. ആ ജന്മം അവസാനിക്കും. പിന്നെയും ജനിക്കും. ആ ജന്മത്തിലും ഈ ഉദ്ദേശത്തോടുകൂടി തന്നെ കഠിനമായ വ്രതം അനുഷ്ഠിക്കും. ആ ജന്മം അവസാനിക്കും. ഇങ്ങനെ ശതജന്മഭിസ്യാൽ 100 തവണ ജനിക്കാനും മരിക്കാനും ഞാൻ സന്നദ്ധയാണ്. ഭഗവാൻ ചോദിച്ചു ബ്രാഹ്മണനോട്, ഇനി അങ്ങയ്ക്ക് വിശേഷാൽ വല്ലതും പറയാനുണ്ടോ എന്ന്. ബ്രാഹ്മണൻ പറഞ്ഞു, ഇത്യേതേ ഗുഹ്യസന്ദേശാഹ, ഇത് വധുവിൻ്റെ രഹസ്യമായിട്ടുള്ള സന്ദേശമാണ്. ഭഗവാൻ വേണമെങ്കിൽ ഇങ്ങനെ പറയാലോ, നാളെ ദ്വാരകയിൽ പൊതുയോഗം ചേരുന്നുണ്ട്, അപ്പം ഇത് ഒരു പ്രമേയമായിട്ട് അവതരിപ്പിക്കാം, എല്ലാവരും ചർച്ച ചെയ്യട്ടെ, എന്നിട്ട് ഭൂരിപക്ഷാഭിപ്രായ പ്രകാരം തീരുമാനം എടുക്കാം. അങ്ങനെയൊന്നും പറയരുത് എന്നർത്ഥം. ഇത് വധുവിൻ്റെ രഹസ്യമായ സന്ദേശമാണ്. യദുദേവ, അവിടുന്നാണ് യാദവന്മാരിൽ വെച്ച് ശ്രേഷ്ഠൻ. അച്ഛനോട് ചോദിക്കട്ടെ, അല്ലെങ്കിൽ അമ്മോട് ചോദിക്കട്ടെ, ഏട്ടനോട് ചോദിക്കട്ടെ, ഈ മാതിരി സൂത്രങ്ങളും പറയരുത്. അവിടുത്തെ തീരുമാനമാണ് തീരുമാനം. മയാ ആഹൃതാഹ, കൊണ്ടുവന്നത് ഞാനാണെന്നുള്ള കാര്യം അവിടുന്ന് പ്രത്യേകം ഓർക്കുക. ഇനി എന്താണോ ചെയ്യേണ്ടത് അത് വേണ്ട പോലെ ആലോചിച്ച് അങ്ങോട്ട് ചെയ്യുക. ഇത് കേൾക്കേണ്ട താമസം. സിംഹാസനത്തിൽ നിന്ന് ഭഗവാൻ എഴുന്നേറ്റു, ബ്രാഹ്മണന്റെ കൈ പിടിച്ചു. താം അനയിഷ്യേ, അവളെ ഞാൻ കൊണ്ടുവന്നോളാം എന്ന് പ്രതിജ്ഞ ചെയ്തു. തേരിലേക്ക് അങ്ങോട്ട് കയറി രണ്ടുപേരും. തേരെ ഇവിടുന്ന് അങ്ങോട്ട് വിട്ടു. ഒരു 5-10 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും ബലരാമൻ അന്വേഷിക്കാൻ തുടങ്ങി. കൃഷ്ണനെവിടെയാ? അവിടെ നോക്കി ഇവിടെ നോക്കി, ഒരു ദിക്കിലും കാണാനില്ല. കാവൽക്കാർ പറഞ്ഞു, തേരിൽ കയറി ഇപ്പോൾ പോയിട്ടുണ്ട് എന്ന്. എവിടേക്കാ പോയത്? അത് ഞങ്ങൾ ചോദിക്കേണ്ടായില്ല എന്ന് പറഞ്ഞു. പിന്നെ എന്താ പറയണ കേട്ടത്? അവളെ കൊണ്ടുവന്നോളാം എന്ന് ഒരു ബ്രാഹ്മണനോട് പറയണത് കേട്ടു. അവളെന്ന് വെച്ചാൽ അവളുടെ പേരെന്താണെന്ന് ഞങ്ങൾ ചോദിക്കേണ്ടായില്ല എന്ന് കാവൽക്കാർ. ബലരാമന് ആലോചിച്ചപ്പോൾ മനസ്സിലായി, കുണ്ടിനത്തിലേക്കാവും കൃഷ്ണൻ പോയിട്ടുണ്ടാവുക. എന്നാലേ നിങ്ങളും ഇപ്പം തന്നെ പുറപ്പെടണം എന്നായി. അദ്ദേഹവും സൈന്യസമേതം പുറപ്പെട്ടു കുണ്ടിനപുരിയിലേക്ക്. ശ്രീകൃഷ്ണനും ബലരാമനും ഏകദേശം ഒരേ സമയത്താണ് കുണ്ടിനത്തിൽ എത്തിയത്. അപ്പോഴേക്കും ഭീഷ്മക മഹാരാജാവ് വന്നു. രണ്ടുപേരെ ഭംഗിയായിട്ട് ഒരു കൊട്ടാരത്തിലിരുത്തി സൽക്കരിച്ചു. ബ്രാഹ്മണൻ പിന്നെ ചെന്നത് എവിടേക്കാന്നോ? രുക്മിണിയുടെ അന്തഃപുരത്തിലേക്കാണ്. രുക്മിണിക്ക് കിടന്നാൽ കിടപ്പുറയ്ക്കുമോ? സാധാരണ വിവാഹമാണെങ്കിൽ പോലും വിവാഹത്തിൻ്റെ തലേ ദിവസം വധുവിന് സുഖമായിട്ട് കിടന്നുറങ്ങാൻ പറ്റുമോ? പറ്റില്ല. എന്തെല്ലാം ഉത്കണ്ഠകളുണ്ടാവും. ആവോ, നാളെ മുതൽക്ക് ഒരു പുതിയ ജീവിതമാണല്ലോ നയിക്കാൻ പോണത്. ഇതേവരെ ഏറെ ഒന്നും കണ്ടു പരിചയിച്ചിട്ടില്ല. ആകെ കൂടി ഒരു ഫോട്ടോ കണ്ടിട്ടുണ്ട്, അത്രേ ഉണ്ടായിട്ടുള്ളൂ. അങ്ങനത്തെ ഒരാളുടെ കൂടെയാണ് ജീവിക്കാൻ പോണത്. എങ്ങനെ നല്ല നിശ്ചയമൊന്നുമില്ല. എങ്ങനെ മിണ്ടണതിന് മുമ്പ് ശുണ്ഠിയെടുക്കുന്ന ആളാണോ ഒന്നും അറിഞ്ഞുകൂടാ. ഇമാതിരി ഒരുപാട് ഉത്കണ്ഠ ഉണ്ടാവും സാധാരണ വിവാഹമാണെങ്കിൽ പോലും. രുക്മിണിയുടെ വിവാഹം എങ്ങനെയാ ഒന്ന് ആലോചിച്ച് നോക്കൂ. അച്ഛൻ, ജ്യേഷ്ഠൻ, ബന്ധുക്കളെല്ലാവരും കൂടി വിവാഹത്തിന് വേണ്ട ഏർപ്പാടൊക്കെ ചെയ്തു. എന്നിട്ട് ഒരാളെ വരനായിട്ട് ഇങ്ങനെ ക്ഷണിച്ചു കൊണ്ടുവന്ന് നല്ല ഒരു കൊട്ടാരത്തിൽ ഇങ്ങനെ സൽക്കരിച്ചിരുത്തിയിട്ടുണ്ട്. എന്നിട്ടോ രുക്മിണി ചെയ്തതെന്താ? ആരും അറിയാതെ കണ്ട് ഒരു എഴുത്തെഴുതി പരപുരുഷൻ ഒരാളെ പറഞ്ഞയച്ചു. ബ്രാഹ്മണൻ ഇവിടുന്ന് പോയോ, ദ്വാരകയിലെത്തിയോ, ഭഗവാനെ കണ്ടോ ഒന്നും അറിഞ്ഞുകൂടാ. ഇത് 4 പേരറിഞ്ഞാലത്തെ സ്ഥിതി എന്താവും? തനിക്ക് മാത്രമല്ല തൻ്റെ വംശത്തിന് പോലും ഇത് തീരാത്ത കളങ്കമായി തീരും. ഇതിലും വലിയൊരാപത്ത് ഇനി വരാനില്ല. ആരും എന്നോട് ഒരു കരുണയും കാണിക്കണില്ല. ദുർഭഗായ നമേധാത നാനുകൂലോ മഹേശ്വര. ബ്രഹ്മാവിനുമില്ല, ശിവനുമില്ല, ആർക്കുമില്ല എൻ്റെ നേർക്ക് കാരുണ്യം. ദേവീ വാ വിമുഖാ ഗൗരി രുദ്രാണി ഗിരിജാസതി. അമ്മയെങ്കിലും എന്നെ കൈവിടരുതേ. രുക്മിണി ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അതിനിടയ്ക്ക് ഒരാൾ വാതിൽക്ക വന്നങ്ങോട്ട് മുട്ടി. വാതിൽ തുറന്നപ്പോണ്ട് ബ്രാഹ്മണൻ പുഞ്ചിരി തൂക്കിക്കൊണ്ട് അദ്ദേഹം ഉറപ്പ് കൊടുത്തു, ഭഗവാൻ വന്നിട്ടുണ്ട്, രുക്മിണിയെ കൊണ്ടുപോവും എന്ന്. ഇത്തരം ഉപകാരത്തിന് എന്താ പ്രത്യുപകാരം? അങ്ങനെ ഒന്ന് ചെയ്തു കൊടുക്കാം എന്ന് വെച്ചാൽ തന്നെ ബ്രാഹ്മണൻ അതൊന്നും വാങ്ങൂല. അത് മനസ്സിലാക്കി രുക്മിണി ഒന്ന് മാത്രം ചെയ്തു. ആ ബ്രാഹ്മണന്റെ മുമ്പിൽ ഒന്ന് നമസ്കരിച്ചു. അദ്ദേഹം അവിടുന്ന് അങ്ങോട്ട് പോവുകയും ചെയ്തു. പിന്നെ ഉത്കണ്ഠയോട് കൂടിയിട്ടല്ലാട്ടോ. പിന്നെ സസന്തോഷം ആണ് രുക്മിണി പ്രഭാതാക്കിയത്. നേരം പ്രഭാതമായപ്പോൾ സുമംഗലികളായ സ്ത്രീകൾ രുക്മിണിയെ കൊണ്ടുപോയി ഭംഗിയായിട്ട് സ്നാനാദികളൊക്കെ കഴിപ്പിച്ചു. എന്നിട്ട് നേരെ ശ്രീപാർവതി ക്ഷേത്രത്തിലേക്ക് ദർശനത്തിനായിട്ട് അങ്ങോട്ട് കൊണ്ട് പോവുകയാണ്. മുമ്പിൽ അനവധി സുമംഗലികളുണ്ട്, പിന്നിലും അനവധി സുമംഗലികളുണ്ട്. ഇങ്ങനെയാണ് രുക്മിണിയെ കൊണ്ടുപോണത്.
ക്ഷേത്രദർശനം കഴിഞ്ഞാൽ നേരെ വിവാഹവേദിയിലേക്ക് അങ്ങോട്ട് കയറണം. അപ്പോൾ വിവാഹവേദിയിലേക്ക് കയറാൻ പോകുന്ന ഒരു നവവധുവിനെ എങ്ങനെയൊക്കെ അലങ്കരിക്കാം ആ വിധത്തിലൊക്കെ രുക്മിണിയെ അലങ്കരിച്ചിരിക്കുന്നു. ഇപ്പോൾ അങ്ങനെ എല്ലാവരുടെയും ശ്രദ്ധ പിടിച്ചു പറ്റിക്കൊണ്ടാണ് രുക്മിണി മുന്നോട്ട് അങ്ങോട്ട് നടന്നത്. അങ്ങനെ ശ്രീപാർവതി ക്ഷേത്രത്തിലേക്ക് അങ്ങോട്ട് കടന്നു. താൻ അനവധി നാളായിട്ട് ജപിച്ചുകൊണ്ടിരുന്ന മന്ത്രം ഇന്നും രുക്മിണി ജപിച്ചു. നമസ്യേ ത്വാംബികേ ഭീക്ഷ്ണം സ്വസന്താനയുതാം ശിവാം ഭൂയാൽപതിർമേ ഭഗവാൻ കൃഷ്ണ തൽ അനുമോദതാം. അമ്മേ നമസ്കാരം, നമസ്കാരം. ദ്വാരകാനാഥൻ ശ്രീകൃഷ്ണൻ എൻ്റെ ഭർത്താവായി വരണേ, അനുഗ്രഹിക്കണേ. നല്ലോണം പ്രാർത്ഥിച്ചു. ആ ശ്രീകോവിലിന് ഒന്ന് പ്രദക്ഷിണം വച്ചു. ഒരു വശത്ത് ഗണപതി ഇരിക്കണു, അവിടെ ചെന്ന് നല്ലോണം ഏത്തോട്ടു. വിഘ്നങ്ങളൊന്നും കൂടാതെ കണ്ട് കാര്യം നടത്തണേ എന്ന് പ്രാർത്ഥിച്ചു. മറുവശത്ത് സുബ്രഹ്മണ്യൻ ഇരിക്കണു, അവിടെ ചെന്നും നല്ലോണം തൊഴുതു. വീണ്ടും ശ്രീപാർവതിയുടെ നടയ്ക്ക് വന്നു. കുറച്ചു നേരം ഇങ്ങനെ തൊഴുതു പിടിച്ചോണ്ട് നിന്നു. കണ്ണടച്ച് പ്രാർത്ഥിച്ചു, നമസ്കരിച്ചു. എണീട്ടപ്പോൾ ബ്രാഹ്മണൻ ഒരിലയിൽ കുറച്ച് പ്രസാദവും കൊടുത്തു. നെറ്റിയിൽ കുറിയിടേണ്ടത് കുറിയിട്ടു, തലയിൽ ചൂടേണ്ടത് ചൂടി. പിന്നെ ആ ഇലയിൽ ബാക്കിയുണ്ടായിരുന്നത് ഒപ്പം വന്ന സ്ത്രീകളുടെ കയ്യിലും കൊടുത്തു. രുക്മിണി ക്ഷേത്രത്തിൽ നിന്ന് പുറത്തേക്ക് കിടന്നു. ഭഗവാൻ വന്നിട്ടുണ്ടെന്നറിയാം, എവിടെയാണ് ഇരിക്കണതെന്ന് അറിഞ്ഞുകൂടാ. നവവധു ഒരു പ്രത്യേക പുരുഷനെ കാണാൻ വേണ്ടി ഇങ്ങനെ മുഖം പൊക്കി നോക്കുക, അങ്ങനെ പാടുണ്ടോ? അത് പാടില്ല. അപ്പോൾ ഒരു ഉപായം തോന്നി. നെറ്റിയിൽ വീണ് കിടക്കുന്ന അളകങ്ങൾ ഒതുക്കി വയ്ക്കാനെന്ന ഭാവത്തിൽ കൈ പത്തി കൊണ്ട് മുഖം ഒന്ന് മറച്ചു. എന്നിട്ട് വിരലിൻ്റെ ഇടയിൽ കൂടെ ഒന്ന് നോക്കിയപ്പോൾ ദദൃശയെ അച്യുതം സാ, ഭഗവാനെ കാണുകയും ചെയ്തു. ഭഗവാന്റെ അടുക്കലേക്ക് അങ്ങോട്ട് നടന്നെടുക്കാൻ വയ്യ, ഇനി വിവാഹവേദിയിലേക്ക് കയറുക, അങ്ങനെയാണ് വേണ്ടത്. അതിനുവേണ്ടി ഒരു 2-4 അടി രുക്മിണി അങ്ങോട്ട് നടന്നു. അപ്പോഴേക്കും ഭഗവാൻ അവിടുന്ന് ഓടി ഇങ്ങോട്ട് വന്നു. രുക്മിണിയുടെ കൈമ കയറി പിടിച്ചു. കൊന്നുഗമിഷ്യസി, എവിടേക്കാ രുക്മിണി യാത്ര? ഇതാണ് നമ്മുടെ തേര് എന്നും പറഞ്ഞു ദ്വാരകയിലേക്കുള്ള തേരിൽ അങ്ങോട്ട് കയറ്റി. എന്നിട്ട് തേര് അവിടുന്ന് അങ്ങോട്ട് വിട്ടു. ബലരാമൻ എല്ലാവരെയും ഈ സമയത്ത് ക്ഷണിച്ചു. മഹാജനങ്ങൾ എല്ലാവരും കേൾക്കണം എന്ന് അദ്ദേഹം. അപ്പം എല്ലാവരും ശ്രദ്ധിച്ചു. നിശ്ചിത മുഹൂർത്തത്തിൽ തന്നെ രുക്മിണിയുടെ വിവാഹം നടക്കും. ദ്വാരകയിൽ വെച്ചാണ് ആ വിവാഹം നടക്കുക. എൻ്റെ അനുജൻ കൃഷ്ണനാണ് വിവാഹം ചെയ്യാൻ പോണത്. നിങ്ങൾ എല്ലാവരും തത്സമയത്ത് അവിടെ വന്ന് വധൂവരന്മാരെ വേണ്ട പോലെ ആശീർവദിക്കണം. അനുജൻ്റെ വിവാഹത്തിന് ജ്യേഷ്ഠൻ എന്ന നിലയ്ക്ക് എല്ലാവരെയും ഞാൻ ക്ഷണിച്ചിരിക്കുന്നു. ഒരുമാതിരി ആളുകളൊക്കെ അപ്പം തന്നെ അവിടെ പുറപ്പെട്ടു ദ്വാരകയിലേക്ക്. എങ്കിലും അപൂർവം ചില ആളുകൾ പരേ ജരാസന്ധവശാഹ, ജരാസന്ധനെ പോലുള്ള ശ്രീകൃഷ്ണ ദ്വേഷികളുണ്ട്. അവർ അപ്പോഴേക്കും തടുത്തു നിർത്താനായിട്ട് വന്നു. അവരൊക്കെ ബലരാമൻ ഓടിച്ചു യുദ്ധം ചെയ്ത്. അങ്ങനെ നേരെ ദ്വാരകയിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നു. അപ്പോഴേക്കും ദ്വാരകയിൽ നല്ല ഒന്നാന്തരം ഒരു പന്തലൊക്കെ തയ്യാറാക്കി, നല്ല ഉയർന്ന വേദി, അലങ്കൃതമായ വേദി. ആ വേദിയിൽ വെച്ച് ശ്രീകൃഷ്ണനും രുക്മിണിയും തമ്മിൽ വിവാഹം. ആ വിവാഹം എങ്ങനെ എന്ന് പറയാനില്ല, വിധിയാമണ്ണം അങ്ങനെ ശ്രീകൃഷ്ണൻ രുക്മിണിയെ വിവാഹം ചെയ്തു എന്നുള്ള ഭാഗമാണ് ഇവിടുന്ന് അങ്ങോട്ട് വായിക്കാൻ പോണത്. നാരായണ 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 നാരായണ. സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.